പെൻഷൻ കേരളത്തിൽ വലിയ വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ പോരാ. അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്ന രീതി മാറ്റി സമയത്തിന് കൊടുക്കണം. ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ്. അതിനെയാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അല്ലാതെ പെൻഷനേ അല്ല. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ, ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തർക്കമില്ല. സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക, എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക, ഈ സമീപനമാണ് വിമർശിക്കപ്പെട്ടത്. അത് മാറി പെൻഷനൊക്കെ എല്ലാവരും അവകാശമാണ്. ശമ്പളവും പെൻഷനൊക്കെ സമയത്തിന് കൊടുക്കണം. ഇപ്പോൾ പെൻഷൻ പോയിട്ട് ശമ്പളം പോലും സമയത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പെൻഷൻ നേരെ ചൊവ്വേ കൊടുക്കാതെ ആ കൊടുക്കാത്തതിലുള്ള വിമർശനം മറച്ചു വെക്കാൻ വേണ്ടി KC വേണുഗോപാലിൻ്റെ പ്രസംഗം ഒരായുധമാക്കാൻ പറ്റുമോ നോക്കണം. അതൊന്നും നിലമ്പൂരിൽ ഏസാൻ പോകുന്നില്ല. നിലമ്പൂരിലെ ട്രെൻഡ് ഇടതുപക്ഷം വിചാരിച്ചതല്ല, മറിച്ചാണ്. അതാണിപ്പോൾ അവരെ അലോസരപ്പെടുത്തുന്നത്. അല്ല, പെരുന്നാൾ അവധിയുമായി കൺഫ്യൂഷൻ പറ്റിയത് ഗവൺമെൻറ്റിനാണ്. സമയത്തിന് തീരുമാനം എടുക്കാത്തതാണ് അതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ. സമയത്തിന് തീരുമാനം എടുക്കുകയും 2 ദിവസം ഹോളിഡേ ആക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു. എന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത്. ഗവൺമെൻറ് ഈ അനിശ്ചിതത്വത്തിന് കാര്യങ്ങളിട്ടു എന്നുള്ളതാണ്. ആളുകൾക്ക് പോകും വരികയൊക്കെ ചെയ്യണ്ടേ, യാത്ര പ്ലാൻ ചെയ്യണ്ടേ, അതിനൊക്കെ ബുദ്ധിമുട്ടായി ഇത്തവണ. അതാണ് ഉണ്ടായത്. പെരുന്നാൾ കൊണ്ട് അങ്ങ് കുഴപ്പാക്കി. അതാണ് പറ്റിയത്. ഈ LDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് ഒരു വർഗീയ വിഷയം കലർത്താൻ ശ്രമിക്കും എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹം നടത്തിയത്. ഞങ്ങൾ പെരുന്നാൾ അവധി കൊടുക്കണം എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് സമയത്തിന് ഒരു സർക്കാരിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നാട്ടിലെല്ലാവരുടെയും, ഇതിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല, അത് നാട്ടിലെല്ലാവരുടെയും കടമയല്ലേ. സമയത്തിന് തീരുമാനം വരാതിരിക്കുമ്പോൾ പെരുന്നാൾ അവധിയുടെ കാര്യം ഉണ്ട് കേട്ടോ, മറക്കണ്ട എന്നേ എല്ലാവരും പറഞ്ഞുള്ളൂ. അല്ലാതെ അത് വർഗീയമൊന്നും ആയിട്ടില്ല.